ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇൻ FPSC. 2025 ചോദിച്ചിട്ടുള്ള കോങ്കോഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കാം. ആദ്യം ഈ വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ. ഈ വൺ ഓഫ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. വൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോഡൊക്കെ പറഞ്ഞായിരുന്നു. വൺസ് എന്താ വൺസ് എന്നുള്ള കോഡ് നമ്മൾ പറഞ്ഞേ? ഇതേ റൂളുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. വൺ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ് ഇത് ഉപയോഗിച്ചിട്ട് വന്നാൽ എസ് ഉള്ളത് എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, എസ് ഉള്ളത്, അതായത് ഇങ്ങനെ ഈസ്, വാസ്, ഹാസ്, ഗോസ് പോലെ എസ് ഉള്ള വെർബുകൾ എടുക്കണം. സിംഗുലർ വെർബ്, അതായത് വൺ ഓഫ് ദ ബോയ്സ് എന്നായിക്കോട്ടെ, നൈദർ ഓഫ് ദ ബോയ്സ്, എന്നത് നൈദർ ഓഫ്, ഈച്ച് ഓഫ് ദ ബോയ്സ് എന്നൊക്കെ വന്നാലും ഈസ്, വാസ്, ഹാസ് പോലുള്ള സാധനങ്ങൾ എടുക്കുക. അവിടെ എസ് ഉള്ള വെർബ്, സിംഗുലർ വെർബ് ഈസും ഉണ്ട് ഹാസും ഉണ്ട്. പക്ഷേ ആബ്സെൻ്റ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ആണ്, ഇന്ന് ആബ്സെൻ്റ് ആണ്. ഈ ഹാസിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. അപ്പോൾ ഇന്ന് ആബ്സെൻ്റ് ആണ് എന്ന് വരുമ്പോൾ ഓപ്ഷൻ ബി അവരാ. വൺ ഓഫ് ദ ബോയ്സിൽ ഒരാൾ ഈസ് ആബ്സെൻറ്റ് ടുഡേ, ഇന്ന് ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. ഹാസിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്, ഇത് ആണ് എന്ന് അർത്ഥം വരുന്നത് ഈസ് ആണ്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻറ്റ് ടുഡേ, ഇന്ന് ആബ്സെൻ്റ് ആണ് എന്നുള്ളതാണ് വരിക. ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, ശരി, അടുത്ത് നോക്കൂട്ടാ. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ, വീണ്ടും അതേ പാറ്റേണിൽ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെ, ലാബേഴ്സിൻ്റെ വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വൺ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബോയ്സ്, നൈദർ ഓഫ് ദ ബോയ്സ്, ഈച്ച് ഓഫ് ദ ബോയ്സ്, ഇത് മാത്രമല്ല കേട്ടോ, എവരി വൺ ഓഫ് ദ ബോയ്സ്, ഐദർ ഓഫ് ദ ബോയ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഐദർ ഓഫും എവരി വൺ ഓഫ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മൂന്നെണ്ണമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വൺ ഓഫ്, നൈദർ ഓഫ്, ഈച്ച് ഓഫ്. കാരണം ഇത് പിന്നെ ആവർത്തിക്കുന്ന സാധനങ്ങളാണ്. വൺ ഓഫ് ദ ബോയ്സ്, നൈദർ ഓഫ് ദ ബോയ്സ്, ഈച്ച് ഓഫ് ദ ബോയ്സ് എന്നൊക്കെ വന്നാൽ ഓപ്ഷനിൽ നിന്ന് എസ് ഉള്ള എടുക്കുക. ഈസ്, വാസ്, ഹാസ്, ഗോസ് പോലെ. ഇവിടെ എസ് ഉള്ള ഒറ്റ നീളം ഓപ്ഷൻ ഡി മാത്രം. അപ്പോൾ വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻറ്റ് ടുഡേ, ഇന്ന് ആബ്സെൻ്റ് ആണ്. ഓക്കെ, ശരി, അടുത്ത ഭാഗം നോക്കാം. വൺ ഓഫ് വീണ്ടും വന്നിരിക്കുന്നു. വൺ ഓഫ് ദ ഫോട്ടോസ് ഒരുപാട് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, വൺ ഓഫ് ദ ഫോട്ടോസ് ഡാഷ് ലോസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വൺ ഓഫ് വന്ന് എസ് ഉള്ള എടുക്കണം. ഈസ്, വാസ്, ഹാസ് പോലുള്ള എസ് ഉള്ള എടുക്കണം. ഇവിടെ വാസും ഉണ്ട് ഹാസും ഉണ്ട്, രണ്ട് എസ് ഉള്ള ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെടുക്കും? ഇവിടെ ഡൗട്ട് ഉണ്ട് അല്ലേ, ഞാൻ പറഞ്ഞുതരാം. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം ഞാൻ ലോസ്റ്റ് എന്നുള്ള വേർബുമായി ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞുതരാം കേട്ടോ. ലോസ്റ്റിന് മുന്നിൽ ഡാഷ് ഉണ്ടെന്ന് കരുതാം. എന്നിട്ട് ആ ഡാഷിന് മുന്നിൽ ആരിൽ നിന്നാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് രാജു തന്നു കരുതാം. രാജുവിൻ്റെയൊക്കെ നഷ്ടപ്പെട്ടു ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹാസ് എടുക്കും. അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുവാണ് മുന്നിൽ വന്നിരിക്കുന്നത് എങ്കിൽ ഈസോ വാസൊക്കെയാണ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് കാണിച്ചു തരാം. അപ്പോൾ ഡാഷ് എന്നിട്ട് ലോസ്റ്റ് ഇട്ടു. ഇനി നഷ്ടപ്പെട്ട വസ്തു നമ്മൾ മുന്നിൽ തരികയാണെന്ന് കരുതാം, ദ വാച്ച്. ഓക്കെ, ദ വാച്ച് ഡാഷ് നിന്നു. അപ്പോൾ ലോസ്റ്റ് ഉണ്ട്, ഡാഷിന് മുന്നിൽ എന്താണ് നഷ്ടപ്പെട്ട വസ്തുവാണെന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഈസ് അല്ലെങ്കിൽ വാസ എടുക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ഹാസും ഉണ്ട് ഈസും ഉണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കേണ്ടത്? ഈസ്, വാസൊക്കെ ഒരേ ഫാമിലിയാണ്. വെർബ് ടു ബി എന്ന് പറയും. ഈസ്, അമാർ, വാസ്, വേറ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. വെർബ് ടു ബി പറഞ്ഞാൽ ഈസ്, ആം, ആറ്, വാസ്, വേറ്, ബീന്, അത് വെർബ് ടു ബിയിൽ പെടുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ തൽക്കാലം ഈസ്, വാസ് എന്നെങ്കിലും ഓർക്കുക കേട്ടോ. ഈസ്, വാസ്, ഓപ്ഷനിൽ ഹാസ് ഉണ്ടാവും, ഈസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാസ് ഉണ്ടാവും, വാസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈസോ വാസോ എടുക്കണം. എങ്ങനെയാണെങ്കിൽ ഈ ലോസ്റ്റിൻ്റെ മുന്നിൽ നഷ്ടപ്പെട്ട വസ്തുവാണെങ്കിൽ. അപ്പോൾ ദ വാച്ച് ഈസ് ലോസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. ഇനി വേറൊരു കാര്യം നോക്കട്ടെ നമുക്ക്. ദ ബുക്ക് ഡാഷ് ലോസ്റ്റ്. ഇവിടെ നഷ്ടപ്പെട്ട വസ്തു അല്ലേ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെ ഹാസും ഉണ്ട് വാസും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെടുക്കണ്ടേ? വാസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നഷ്ടപ്പെട്ട വസ്തുവാണ് മുന്നിൽ വന്നിരിക്കുന്നത് എങ്കിൽ വാച്ച്, ബുക്ക് പോലെയുള്ള നഷ്ടപ്പെട്ട വസ്തുവാണ് മുന്നിൽ വന്നിരിക്കുന്നതെങ്കിൽ ഈസ് ലോസ്റ്റ്, വാസ് ലോസ്റ്റ് എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലോസ്റ്റിന് മുന്നിൽ എന്താ വന്നിരിക്കുന്നത്? ഫോട്ടോ ആണ്. ഒരു ഫോട്ടോ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ ഫോട്ടോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാസ് അല്ല എടുക്കേണ്ടത്, വാസാണ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ അതും പറയാം. ഞാൻ പെട്ടെന്ന് എടുത്ത് പോവാം എന്നുള്ള നിലക്കാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത്ര സ്പീഡ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാമേ. ഓക്കെ, ഇനി ഇവിടെ നോക്കും, നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. വൺ ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ ആറ് വേറൊന്നും വെക്കില്ല. വൺ ഓഫ് ദ ഗേൾസ് വന്നിട്ടുണ്ടെങ്കിൽ ആറാണ് വെക്കുക. അല്ല, വൺ ഓഫ് ദ ഗേൾസ് ഈസ് എന്നാണ് വെക്കുക. എസ് ഉള്ളതാണ് വേണ്ടത്. ഈസ്, വാസ് പോലെയുള്ള സംഭവങ്ങളെ വെക്കുക. അപ്പോൾ ഇവിടെ ഈസാണ് വേണ്ടത്. തെറ്റെന്താണ്? ഇവിടെ ആറാണ്. ഇതിൽ തെറ്റേതാണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. Neither the principal nor the teachers is going for the tour. ഇതിലൊരു തെറ്റുണ്ട്, അത് കണ്ടെത്താനാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഓർ ആയിക്കോട്ടെ,
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓർ എന്നുള്ളത് ഓർക്കുക, ഓർ എന്നുള്ളത് ഓരത്തുള്ളത് എന്ന് ആലോചിക്കുക. ഓർ എന്നുള്ളത് ഓരത്തുള്ളത് എന്ന് ആലോചിക്കുക. ഈ ഓറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓറിൻ്റെ തൊട്ട് ശേഷമുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ വെർബ് തീരുമാനിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. അപ്പം ഓറും ഓറാവാം, അല്ലെങ്കിൽ ഐദർ ഓർ എന്നാവാം, അല്ലെങ്കിൽ നൈദർ നോർ എന്നാവാം. ഐദർ ഓർ എന്നാവാം, ഓർ എന്നാവാം, ഐദർ ഓർ എന്നാവാം, നൈദർ നോർ എന്നാവാം. ഓക്കെ, ഇങ്ങനെ വന്നാലേ ഇതിന് തൊട്ട് ശേഷം വന്നിരിക്കുന്ന ആളെ നോക്കിയിട്ടേ നമ്മൾ തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നോറിന് തൊട്ട് ശേഷമുള്ള ടീച്ചേഴ്സ് എന്നുള്ള, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നാണോ ഒന്നിൽ കൂടുതലാണ്, പ്ലൂരൽ ഫോമാണ്. അപ്പം നമ്മൾ ഒരിക്കലും കുറേ എണ്ണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ടീച്ചേഴ്സ്, ബുക്സ്, ബാഗ്സ്, ബോയ്സ്, ഗേൾസ്, ഇതൊക്കെ കുറേ എണ്ണം ഉണ്ട്. ബോയ്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ, ഗേൾസ് എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അധ്യാപകർ, കുറേ എണ്ണം ഇല്ലേ. അപ്പോൾ പിന്നെ ഈസ് വെക്കാൻ പാടില്ല, ആറ് വെക്കണം. വാസ് വെക്കാൻ പാടില്ല, വേറ് വെക്കണം. അങ്ങനെ നമ്മൾ വെക്കുക. ആ ഈസ് വെക്കാൻ പാടില്ല. അപ്പോൾ ഈസ് വെക്കാതെ പകരം ആറാണ് വെക്കേണ്ടത്. ആർ ഗോയിങ് എന്നുള്ള ഓപ്ഷൻ സി ആണ് വെക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം വരേണ്ടത് കേട്ടോ. കാരണം എന്താണ്, ഈ നൈദർ നോറൊക്കെ വന്നാൽ ഇയാളെ നോക്കുക, ടീച്ചേഴ്സിനെ നോക്കുക. ഇതിന് മുന്നിലുള്ള പ്രിൻസിപ്പാളൊന്നും നമ്മൾ നോക്കില്ല കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം, നെയ്ദർ ദ ടീം നോ ദ കോച്ച്. ഇവിടെ ഏതാണ് നോറ് വന്നിരിക്കുന്നു, ഇവിടെ ദ കോച്ച് എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നൈദർ നോറ്, ഐദർ ഓറൊക്കെ വന്നാൽ ഇതിന് തൊട്ടേഷുള്ളത് നോക്കുക. നോറിൻ്റെ തൊട്ടേഷുള്ളത് ഏതാ, ദ കോച്ചാണ്. ഇത് കോച്ച് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇത് കോച്ച് ഒരാളേ ഉള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിതിൽ ഈസാണോ ഹാസാണോ വെക്കുക, ഈസാണ് വെക്കുക. ഈ സാറ്റിസ്ഫൈഡ് വിത്ത് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചില ആളുകൾ ചോദിക്കും, സാറേ ഹാസ് സാറ്റിസ്ഫൈഡ് വെച്ചൂടെ എന്ന്. ഹാസ് സാറ്റിസ്ഫൈഡ് വെക്കാം, പക്ഷെ ഇവിടെ എന്താ പറയുക, സംതൃപ്തനാവുക എന്നുള്ള അർത്ഥം വരുമ്പോൾ ഈ സാറ്റിസ്ഫൈഡ് വെക്കുക. സംതൃപ്തിപ്പെടുത്തുക എന്ന് പറയുമ്പോഴാണ് ഹാസ് സാറ്റിസ്ഫൈഡ് വരിക. അപ്പം അച്ഛൻ അമ്മയ്ക്ക് നമ്മളുടെ വിജയത്തിൽ എന്താണ്ടാവുക, സംതൃപ്തനാവുക. അച്ഛൻ സംതൃപ്തനായി, അമ്മ സംതൃപ്തയായി, എൻ്റെ അധ്യാപകൻ സംതൃപ്തനായി, എൻ്റെ കോച്ച് സംതൃപ്തനായി, അങ്ങനെയല്ലേ പറയാം. അതിനൊക്കെ ഈ സാറ്റിസ്ഫൈഡ് എന്ന് വെക്കുക. ഇത് നമ്മൾ ഹാസ് സാറ്റിസ്ഫൈഡ് എന്ന സംതൃപ്തിപ്പെടുത്തലാണ്. അപ്പം ഞാൻ എൻ്റെ ടീച്ചറെ സംതൃപ്തിപ്പെടുത്തി, ഞാൻ എൻ്റെ അധ്യാപകനെ സംതൃപ്തിപ്പെടുത്തി, ഞാൻ എൻ്റെ അച്ഛനെ സംതൃപ്തിപ്പെടുത്തി, അങ്ങനെ പറയുമ്പോഴാണ് ഹാസ് വെക്കുക. ഹി ഹാസ് സാറ്റിസ്ഫൈഡ് ഹിസ് ഫാദർ, ഹി ഹാസ് സാറ്റിസ്ഫൈഡ് ഹിസ് മദർ, ഹി ഹാസ് സാറ്റിസ്ഫൈഡ് ഹിസ് ടീച്ചർ. അങ്ങനെ വരുമ്പോഴേ ഹാസ് വെക്കുള്ളൂ. ഇവിടെ എന്താണ്, ഇത് സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അച്ഛൻ സംതൃപ്തനായി, അമ്മ സംതൃപ്തനായി, ടീച്ചർ സംതൃപ്തനായി എന്നൊക്കെ പറയുമ്പോൾ ഈസാണ് വെക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ അവിടെ കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ സാറ്റിസ്ഫൈഡ് ഹാഡ് സാറ്റിസ്ഫൈഡിൻ്റെ കേട്ടോ. ഇനി അടുത്തവിടെ നോക്കാം, നൈദർ റിയ നോർ ജിന. ഇവിടെ പറഞ്ഞല്ലോ നൈദർ നോർ വന്ന രണ്ടാമത്തെ ആളെ മാത്രം നോക്കൂ. ഇവിടെ നോറിൻ്റെ തൊട്ട് ശേഷമുള്ളത് ജീന എത്ര ആളാണ്, ഒരാളാണെങ്കിൽ എന്ത് വേണം, എസ് എല്ലാം എടുക്കണം. ഈസ്, വാസ്, സിംഗുലർ വന്നാൽ ഈസ്, വാസ്, ഹാസ്, ഗോസ്, കംസ് പോലെ എസ് ഉള്ളതാണ് എടുക്കുക. അവിടെ ഏതെടുക്കുക, ഓപ്ഷൻ എ ഹാസ് എടുക്കുക. അടുത്ത് നമുക്ക് നോക്കാം, ഐദർ യു ഓർ ഐ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓർ വന്നാൽ ഐദർ ഓർ, വെറും ഓർ, ഐദർ ഓർ, നൈദർ നോറൊക്കെ വന്നാൽ തൊട്ട് ശേഷമുള്ളതാണ് നോക്കുക. തൊട്ട് ശേഷമുള്ളത് ഇവിടെ ഐ ആണ്. ഐൻ്റെ കൂടെ ഏതാണ് വെക്കുക എന്നാണ് നോക്കുക. അപ്പോൾ രണ്ട് പ്രശ്നമുണ്ട്, അയാമുണ്ട്, ഐവാസും ഉണ്ട്. ഓക്കെ, ഇവിടെ ഉത്തരം അയാമ എടുക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ പാസ്റ്റിൻ്റെ സൂചന ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അയാം എടുത്താൽ മതി. പാസ്റ്റിൻ്റെ സൂചന ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമായിരുന്നു, ഐവാസ് എടുക്കാം കേട്ടോ. റൈറ്റ്, അടുത്ത് നോക്കാം, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ഇവിടെ പറയുന്ന അടുത്തൊരു കാര്യം നോക്കൂ, ആസ് ഉല്ലാസിൻ്റെ ഇതൊരു നമ്മൾ കോഡ് പോലെ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താ, അശ്വിത്ത് ഫസ്റ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ആസ് എന്നുള്ളത് ആസ് ഉല്ലാസ്, വിത്ത് എന്നുള്ളത് വെറും വിത്താവാം, ടുഗദർ വിത്ത്, അലോങ് വിത്ത് ഒക്കെ വരാം. ആസ് എന്നുള്ളത് ആസ് തന്നെ, വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഈ സാധനങ്ങളൊക്കെ വരാം. ഇതൊക്കെ വന്നാലേ അശ്വിത്ത് ഫസ്റ്റത്തെ ആളെ മാത്രമേ നോക്കൂ. അപ്പോൾ ഇവിടെ ആസ് ഉല്ലാസ് വന്നാലും ശരി, വിത്ത് വന്നാലും ശരി, ടുഗദർ വിത്ത് വന്നാലും ശരി, നമ്മൾ ആദ്യത്തെ ആളെ മാത്രമേ നോക്കൂ. ഇവിടെ ദ ഗൈഡൻസ് ആസ് വെൽ ആസ് ദ ലവ് ഓഫ് എ മദർ എന്ന് വരുമ്പോൾ ദ ഗൈഡൻസ് മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, ദ ഗൈഡൻസ് മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. ഇതിലേതാ ശരി വരിക, ഇതിൽ വാസ് ആണ് വരിക, ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, വാസ് ആണ് വരിക. ഓക്കെ, വാസ് എന്നുള്ളതാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ശരി. ഇനി അപ്പോൾ ഇതിൽ ഹാസ് വെച്ചൂടെ എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. ഹാസ് വെച്ചൂടെ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ എ ആണ് വരിക. ഹാസ് വെച്ചൂടെ. ഹാസിൻ്റെ കൂടെ നോർമലി ഇങ്ങനെ ING ഉള്ളത് വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ വേറൊരു ചോദ്യം കൂടെ ചെയ്തേ, അപ്പോൾ മനസ്സിലാവും. ആസ് വെൽ ആസ് വന്നു. ഞാൻ എന്താ പറഞ്ഞേ, അശ്വിത്ത് ഫസ്റ്റ്. എന്താ അശ്വിത്ത് ഫസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചത്,
അശ്വിത്ത് ഫസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം എന്താ? ആസ് വെൽ ആസ്, വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത് ഒക്കെ വന്നാൽ ഫസ്റ്റത്തെ ആളെ മാത്രമേ നോക്കൂ. ഇവിടെ ഫസ്റ്റത്തെ ആളാരാ? പ്രിൻസിപ്പാളാണ്. പ്രിൻസിപ്പാൾ എത്ര ആളാ? ഒരാളാണ്. ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? എസ് ഉള്ളത് എടുക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഹാസും ഈസും എസ് ഉള്ളതാണ്. പക്ഷേ ഈ അറ്റൻഡിങ് എന്നുള്ള INGയുടെ കൂടെ ഒരിക്കലും ഹാസ് വെക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈസ് എന്നുള്ളതിനെ എടുക്കുക. അപ്പോൾ ഇതിലേതാ? ഓപ്ഷൻ ഡി ഉത്തരം കേട്ടോ. ഇനി അടുത്ത ഇവിടെ നോക്കൂ, എവരി സ്കൂൾ. എവരിയുടെ കൂടെ എപ്പോഴും എസ് ഉള്ളത് എടുക്കുക. എവരി ബോയ് ആൻഡ് എവരി ഗേൾ എന്ന് വന്നാലോ, എവരി സ്കൂൾ ആൻഡ് കോളേജ് എന്ന് വന്നാലോ ഒക്കെ നമ്മൾ എസ് ഉള്ളത് എടുക്കണം. ഹാസ്, ഈസ്, വാസ് പോലെ ഹാസ് എടുത്തു. ഇനി എന്താ സംഭവം എന്നറിയോ? ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദർ ഫ്രണ്ട്സ് എന്ന് വന്നില്ലേ? ഓക്കെ, അപ്പോൾ ഈ അലോങ് വിത്ത് ദർ ഫ്രണ്ട്സ് എന്ന് വന്നു. ഈ അലോങ് വിത്ത് വന്നാലും ഒരു പ്രത്യേകത ഉണ്ട്. വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, അശ്വിത്ത് ഫസ്റ്റ് എന്നുള്ളതിൽ വരുന്നതാണ് എന്ത്? ഈ അലോങ് വിത്ത് എന്നുള്ള ഈ വിത്ത്. അലോങ് വിത്ത് വന്ന ആദ്യത്തെ ആളെ മാത്രമേ നമ്മൾ നോക്കുള്ളൂ. സ്റ്റുഡൻസ് എത്ര ആളാ? ഒരാളാണോ സോറി, ഒരുപാട് ആളുകളാണ്. ഒരുപാട് ആളുകളാകുമ്പോൾ ഹാസോ, ഈസോ, വാസോ വെക്കില്ല. നമ്മൾ പ്ലൂറൽ ഫോമാ വെക്കുക. എസ് ഉള്ളത് വെക്കില്ല എന്ന്. അപ്പോൾ വിസിറ്റ്സ് എന്നുള്ള എസ് വെക്കില്ല, വെറും വിസിറ്റ് എന്ന് വെക്കുള്ളൂ. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എസ് ഉള്ളത് എടുക്കില്ല. അപ്പോൾ വിസിറ്റ് എന്ന് മാത്രമേ വെക്കുള്ളൂ. അപ്പോൾ ഹാസും ഉണ്ട്, വിസിറ്റും ഉണ്ട്. അപ്പോൾ ഹാസും വിസിറ്റും ഉള്ളത് എവിടെയാണ്? ഓപ്ഷൻ സിയിലാണ്. സി ആണ് ഉത്തരം. ഓക്കെ, എവരി വന്നതുകൊണ്ട് എസ് ഉള്ളതും ഇവിടെ ഒന്നിൽ കൂടുതലായതുകൊണ്ട് എസ് ഇല്ലാത്തതും, അതായത് സിംഗുലറിന് ഹാസ് സിംഗുലർ വേർബും വിസിറ്റ് എന്നുള്ള പ്ലൂറൽ വേർബും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ഉത്തരം. അടുത്തത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയണേ. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പറയുന്നത്. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അറിയിക്കുക, മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് അറിയിക്കുക. ശരി, എങ്കിൽ ഇവിടെ എവരി സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ ഡാഷ് റിക്വയർഡ് ടു വെയർ ആൻ ഐഡൻറ്റിറ്റി കാർഡ്. ഓക്കെ, ഇതിലേതാണ് ഉത്തരം വരിക എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇത് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് പോലെ തരികയാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് നോക്കുക. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. സെയിം സാധനം തന്നെയാണ്, സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അലോങ് വിത്തിൻ്റെ മുന്നേ ദ മാനേജർ എന്നുള്ളത് ഒരാളേ ഉള്ളൂ, അത് പ്രത്യേകം മനസ്സിലാക്കണം. അലോങ് വിത്തിൻ്റെ കൂടെ ഒരാളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഉത്തരം വരിക എന്നുള്ളത് നിങ്ങൾ ഒന്ന് എന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഇതിൽ ഒന്ന്, ഇത് ഈ ഒരു ചോദ്യത്തിന് ഒന്നെന്നാണ് സീരിയൽ നമ്പർ എന്ന് കരുതുക. എന്നിട്ട് ഒന്നെന്ന് എഴുതിയിട്ട് ഇത് എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ പറയാം ഏതാണ് വരിക എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, കമൻറ്റിൽ പറയാം ശരിയാണോ അല്ലേ എന്നുള്ളത്. ഇനി അടുത്തത്, ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഓഫിൻ്റെ മുന്നേ വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈസാണോ വാസാണോ എന്ന് തീരുമാനിക്കുക. ഓക്കെ, ദി ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് എന്ന് പറയുമ്പോഴേ ഓറഞ്ചസിൻ്റെ ക്വാളിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓറഞ്ചസിനെ പറ്റിയിട്ടില്ല, ഓറഞ്ചസിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ഓഫ് വെച്ചിട്ട് വരുമ്പോൾ ദ പ്രൈസ് ഓഫ് ദി ഓറഞ്ചസ് നോ, ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് നോ, ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഓറഞ്ചസ് നോ, ആ രീതിയിൽ ദ സ്മെൽ ഓഫ് ദി ഓറഞ്ചസ് നോ എങ്ങനെ വന്നാലും നമ്മൾ ആ ഓഫിൻ്റെ മുന്നിൽ എന്താണോ വന്നിരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ്, അത് നോക്കിയിട്ടാണ് ഈസാണോ വാസാണോ തീരുമാനിക്കുക. ഓറഞ്ചസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആറും വേറെ ഇടാം. പക്ഷെ ഇവിടെ ആ ഓഫിന് മുന്നിലുള്ളത് എന്താണോ അത് നോക്കിയിട്ട് അവിടെ ഈസാണോ വാസാണോ എന്നൊക്കെ തീരുമാനിക്കുക. അപ്പോൾ ഓഫിന് മുന്നിലുള്ള എന്താ? ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ? ക്വാളിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്വാളിറ്റി സിംഗുലറാ, ഒക്കെ ഒന്നായിട്ട് പരിഗണിക്കുക, സിംഗുലർ ആണ്. അപ്പോൾ എസ് ഉള്ളത് വേണം. എസ് ഉള്ളത് ഈസ്, വാസ്, ഹാസ് പോലുള്ള എസ് ഉള്ള സിംഗുലർ. അപ്പോൾ ഓപ്ഷൻ എ, വാസ് ഓപ്ഷൻ എ. അതേപോലെ ദ ലൈഫ് സ്പാൻ ഓഫ് സർട്ടൻ സ്പീഷീസ്. ഇവിടെ എന്താ വരുന്നത് നോക്കണം. ഇവിടെ തന്നെ ഈ ഓഫിന്റെ മുന്നിലുള്ളത് നോക്കുക. ദ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ? സിംഗുലറാ, ഒന്നേ ഉള്ളൂ. അപ്പോൾ എസ് ഉള്ള ഇടണം. ദ ലൈഫ് സ്പാൻ ഓഫ് സർട്ടൻ സ്പീഷീസ് ഈസ് വെരി ഷോർട്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. ഓക്കെ, റെഡി. ഇനി ഇതിലേതാണ് ഉത്തരം വരിക? ഇതിലും ഞാൻ പറയുന്നു ഈ ഓഫിന്റെ മുന്നിലുള്ളതാണ് നമ്മൾ നോക്കുക. ഇങ്ങനെ ഓഫ് വെച്ച് വരുമ്പോഴേ ഈ ഫ്ലവേഴ്സ് നോക്കുക. ഇതിപ്പൊക്കെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ഫ്ലവേഴ്സിനെല്ലാം നോക്കേണ്ടത് നമ്മൾ. ദ ക്വാളിറ്റി ഓഫ് ദി ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ പോലെ ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഫ്ലവേഴ്സ്, ദ സ്മെൽ ഓഫ് ദി ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ ഫ്ലവേഴ്സിനെല്ലാം നോക്കുക. ആ ഓഫിന്റെ മുന്നിലുള്ള എന്താണോ അതാണ് നോക്കുക. ബൊക്കെ എന്നാ പറഞ്ഞിരിക്കുന്നത്. ബൊക്കെ എന്ന് പറയുമ്പോൾ എത്ര ആണെന്ന? ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എസ് ഉള്ള എടുക്കണം. ഒന്നുള്ളെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുള്ളെങ്കിൽ നമ്മൾ എപ്പോഴും എസ് ഉള്ള എടുക്കണം. ഈസ്, വാസ്, ഹാസ്, ഗോസ്, കംസ് പോലെ എസ് ഉള്ള. അവിടെ സ്മെൽസ് എന്നുള്ള ഓപ്ഷൻ ബി എടുക്കുക കേട്ടോ.
ഓക്കെ ശരി. അടുത്ത് നോക്കടാ ഇവിടെ 20% ഓഫ് ദ സ്റ്റുഡൻസ് പറയുമ്പോൾ ഇവിടെ ഓഫിന് മുന്നിലുള്ളത് ഏതാണ് 20% എന്നുള്ള. അപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ക്ലാസ്സിൽ 20% 10 കുട്ടികളുണ്ടെങ്കിൽ തന്നെ 20% എന്ന് പറഞ്ഞാൽ എത്ര ആളാണ്? 2 ആൾക്കാരാണ്. അപ്പോൾ 20%, 30%, 50% എന്നൊക്കെ പറയുമ്പോഴേ മനസ്സിലാക്കുക അത് ഒന്നിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഒന്നിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരാളാണോ? അല്ല. 20%, 30%, 50% എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കുക ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ എസ് ഉള്ളത് ഇടരുത്. അപ്പോൾ ഹാസ് വേണ്ട, വാസ് വേണ്ട, ഈസ് വേണ്ട, ഹാവ് കംപ്ലീറ്റഡ് കേട്ടാ. 70 kilograms ഇവിടെ ശ്രദ്ധിക്കണം കേട്ടാ. നമുക്ക് അളവുകൾ തരും. 70 kilograms, 20 grams, 70 liters, 20 liters, 10 rupees, 50 rupees. ഇതൊക്കെ അളവുകളാണ്. പണത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ വസ്തുക്കളുടെ അളവ്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ്, ഇങ്ങനെ അളവുകൾ തരും. അളവുകൾ തന്നാൽ എപ്പോഴും എസ് ഉള്ളത് ഈസ് വാസ് പോലെ. അപ്പോൾ ഈസ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ്. ഓക്കെ ഇനി വേണ്ട 700 rupees എന്ന് വരുമ്പോൾ എസ് ഉള്ളതാണ്. ഈസ് ടു മച്ച് ഫോർ ദി സാരി എന്ന് പറയാം. അടുത്തത് ഓണർ ആൻഡ് ഗ്ലോറി എന്ന് വരും. ഓണർ ആൻഡ് ഗ്ലോറി എന്നുള്ളത് സാധാരണ ഒരുമിച്ച് പറയുന്ന ഒരു സാധനമാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ അത് ഒരുമിച്ച് പറയുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഈസാണ് വെക്കുക. ഈസ് റിവാർഡ് എന്ന് പറഞ്ഞ പോലെ കേട്ടോ. ഓക്കെ ദി എർത്ത് സിംഗുലർ ആയതുകൊണ്ട് എപ്പോഴും എസ് ഉള്ളത് എടുക്കുക. ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ എന്നുള്ളതാണ് ഉത്തരവെടുക്കുക. ഓക്കെ ശരി. ഇത് പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ചോദ്യം ഡയറക്റ്റ് ആയിട്ട് കോങ്കോഡുമായിട്ട് ബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഉത്തരം പറയാണ്. ഇത് എന്താണെന്നറിയോ? അഫക്റ്റ് എന്ന് പറഞ്ഞത് വെറുബും ഇഫക്റ്റ് എന്ന് പറഞ്ഞത് നൗണുമാണ്. ഈ ഓഫൊക്കെ ചേർന്നിട്ട് വരുമ്പോൾ വെറുബല്ല വെക്കേണ്ടത്, ഈ ആണ് വെക്കുക. ഓക്കെ അല്ലെങ്കിൽ ദാടെ കൂടെ ഒരിക്കലും എ ഉള്ളത് വരില്ല, അഫക്റ്റ് വരില്ല. ദാടെ കൂടെ ഒക്കെ എപ്പോഴും നൗണേ വരുള്ളൂ. ഓക്കെ ദി ഇഫക്റ്റ് എന്നുള്ള ഈ വരുള്ളൂ. ഈ ആണ് നൗണ്, മറ്റത് വേർബാണ്. ഓക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണുള്ളൂ. അപ്പോൾ നമുക്ക് എ വേണ്ട. ഈ ഉള്ള എഫക്ട്സ് എന്നുള്ളത് പ്ലൂറൽ ഫോമിലായതുകൊണ്ട് പിന്നെ ആർ എടുക്കുകയാണ് ചെയ്യാട്ടാ. ഓപ്ഷൻ ബി. കാരണം എന്താ? ഈ ഓഫിന് മുന്നിലുള്ളത് എഫക്ട്സ് എന്നുള്ളത് പ്ലൂറൽ ഫോം അല്ലേ. അപ്പോൾ ആർ എടുത്തു. ഇതും ഇതേപോലെ തന്നെ കോങ്കോഡുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല, വേറൊരു ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാലും ഞാൻ പറയാം, നോ അതർ ബോയ് എന്നാ പറയുള്ളൂ, ബോയ്സ് പറയില്ല. ഓക്കെ ഇനി നോ അതർ ബോയ് എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ ആറല്ല ഈസാണ് എടുക്കുക കേട്ടോ. ഇത് ഡയറക്റ്റ് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് അറിയിക്കൂ കേട്ടോ. ഓക്കെ ഗായ്സ്, ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമായിട്ടുള്ള കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കില്ല, വളരെ ഇതിനേക്കാളും സിമ്പിളാക്കിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വ്യൂസിനൊക്കെ അത് ബാധിക്കുന്നുള്ളതുകൊണ്ട് നമ്മളെ കുറച്ച് സ്പീഡാക്കുന്നതാണ്. Okay, so guys, that's all for today. Thank you so much. We'll meet again next time. Till then, take care and bye.